ബ്രഹ്മചര്യത്തിന്റെ സ്വിച്ച് കർത്താവ് ഓഫാക്കാൻ വിട്ടുപോയെങ്കിലും നല്ല കൈപുണ്യമുള്ള ഇടയൻ. നിങ്ങൾക്കറിയാമോ, ഈ പട്ടൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ എന്റെ ധാരണ ഈ കൈവെപ്പിന്റെ ശുശ്രൂഷ വരുന്നതോടുകൂടെ ബ്രഹ്മചര്യം ഓട്ടോമാറ്റിക് ആയിട്ട് കർത്താവ് ആ സ്വിച്ചൊക്കെ ഓഫാക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ പട്ടം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സ്വിച്ച് മാത്രം ഓഫായിട്ടില്ല എന്ന്. എളുപ്പമല്ല. നിങ്ങള് വൈദികർക്കൊക്കെ വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണം മക്കളെ. ഇന്നത്തെ കാലഘട്ടത്തില് ബ്രഹ്മചര്യം പാലിച്ച് ജീവിക്കുക എളുപ്പമല്ല. ഞാൻ ചിലപ്പോഴൊക്കെ എന്റെ മനസ്സിന് തോന്നിയിട്ടുണ്ട്, എന്റെ പൊന്നു കർത്താവേ, എന്തൊരു പങ്കപ്പാടാ ഇത്. ഇത് എന്നോട് ചില കൂട്ടുകാർ ചോദിച്ചു, എന്തിനാ അച്ഛൻ അവളുടെ മുഖത്തേക്കൊക്കെ നോക്കിയത്? അച്ഛനതിന് അവകാശം ഉണ്ടോ? അച്ഛൻ അവളുടെ അഴകൊക്കെ എവിടെ നോക്കിയിട്ട് പറഞ്ഞെന്നൊക്കെ എന്നോട് ചോദിച്ചു. അതിനുശേഷം ഇപ്പൊ ഞാൻ ആളുടെ മുഖത്ത് നോക്കാറില്ല. അങ്ങനെ അവന് ഒരു നല്ല ഓട്ടോറിക്ഷ, പുത്തൻ ബജാജിന്റെ ഒരു ഓട്ടോറിക്ഷ സെമിനാരിൽ നിന്ന് മേടിച്ചു. അവൻ ഭയങ്കര സന്തോഷമായി. ഞാൻ ഇങ്ങനെ സന്തോഷം മൂത്തിട്ട് ആശംസ പറഞ്ഞപ്പോ ഞാൻ ജോയോട് പറഞ്ഞു, മോനെ, അബ്രഹാമിനെ യഹോവയായ കർത്താവ് അനുഗ്രഹിച്ചതുപോലെ പൊന്നുമോൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽ തരി പോലെയും മക്കൾ ഉണ്ടാകട്ടെ. രാവിലെ ഒരു 10:30 മണിക്ക് ഒരു ഫോൺ വരികയാണ്. ജോയുടെ ഓട്ടോറിക്ഷ ആമ്പല്ലൂർ വെച്ച് ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചു. ജോയ് മരിച്ചു. മനസ്സിൽ യാതൊരു കലർപ്പുമില്ലാതെ ഉള്ളതുപോലെ വിളിച്ചു പറയുന്ന നിഷ്കളങ്കനാണ് തട്ടിൽ ബിഷപ്പ്. അതുകൊണ്ട് തന്നെ താൻ പറയുന്നത് അപ്പാടെ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികളെന്നും ഈ ശുദ്ധാത്മാവ് കരുതുന്നു. വീട്ടിൽ ശല്യം സഹിക്കാൻ വയ്യാതെ ശല്യം ഒഴിവാക്കുവാൻ അമ്മ കൊണ്ട് 4-ാം വയസ്സിൽ സ്കൂളിൽ ചേർത്ത് ടീച്ചർമാർക്ക് പണി കൊടുത്ത ആ കൊച്ചു റാഫേൽ ഇന്ന് സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായിരിക്കുകയാണ്. പട്ടം കിട്ടുമ്പോൾ തന്നെ കർത്താവ് ചുച്ച് ഓഫാക്കുമെന്ന് കരുതിയ ബ്രഹ്മചര്യത്തിൻ്റെ ചുച്ച് ഓഫാക്കാത്തത് കൊണ്ട് താൻ അനുഭവിച്ച ആ പങ്കപ്പാടുകൾ ആ നിഷ്കളങ്കൻ പറഞ്ഞത് നാം ഒരിക്കൽ കൂടി കേൾക്കണം. പിന്നെ ഇത്രയും കൈപുണ്യമുള്ള ഒരു മെത്രാൻ ക്രൈസ്തവ സഭകളിൽ കാണില്ല. ജോയ് എന്ന ചെറുപ്പക്കാരന് നന്മ വരട്ടെ എന്ന് കരുതി തട്ടിൽ മെത്രാൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അനുഗ്രഹിച്ച് വാഴ്ത്തി ചുഴറ്റി നൽകിയ ഓട്ടോറിക്ഷ കൊണ്ട് ആ കുടുംബത്തിനുണ്ടായ ഐശ്വര്യങ്ങളും പിന്നീട് ആ കുടുംബത്തിനുണ്ടായ നന്മകളും കേട്ടാൽ മതി ഇത് സാക്ഷാൽ ദൈവാത്മാവാണ് എന്ന് മനസ്സിലാക്കാൻ. ഇതുപോലെ ഇദ്ദേഹം സീറോ മലബാർ സഭയെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഒരു പരുവമാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി തട്ടിൽ ബിഷപ്പിന്റെ വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാത്തൊരു അനുഭവമുണ്ട്. എനിക്ക് പട്ടം കിട്ടുമ്പോൾ 24 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. വീട്ടിലെ പിള്ളേര് കൂടിയത് കൊണ്ട് വീട്ടിലെ ശല്യം ഒഴിവാക്കാനായിട്ട് അമ്മ കണ്ടുപിടിച്ച സൂത്രമാണ് 4 വയസ്സുള്ളപ്പോ എന്നെ കൊണ്ടുപോയി 6 വയസ്സാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ചേർത്തി. അതുകൊണ്ട് തന്നെ 14 വയസ്സായപ്പോ ഞാൻ 10ാം ക്ലാസ് പാസ്സായി, സെമിനാരി കൂടി. പിന്നെ 10 കൊല്ലം കഴിഞ്ഞപ്പോ അച്ഛനായി. 24 വയസ്സാ. പട്ടം കിട്ടി മിട്ടക്കൻ കൊച്ചച്ഛൻ, തെങ്ങടിച്ച പന വീഴുന്നത് അത് കൊച്ചച്ഛൻ. നിങ്ങൾക്കറിയാമോ, ഈ പട്ടൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ എന്റെ ധാരണ ഈ കൈവെപ്പിന്റെ ശുശ്രൂഷ വരുന്നതോടുകൂടെ ബ്രഹ്മചര്യം ഓട്ടോമാറ്റിക് ആയിട്ട് കർത്താവ് ആ സ്വിച്ചൊക്കെ ഓഫാക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ പട്ടം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സ്വിച്ച് മാത്രം ഓഫായിട്ടില്ല എന്ന്. എളുപ്പമല്ല. നിങ്ങള് വൈദികർക്കൊക്കെ വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണം മക്കളെ. ഇന്നത്തെ കാലഘട്ടത്തില് ബ്രഹ്മചര്യം പാലിച്ച് ജീവിക്കുക എളുപ്പമല്ല. ഞാൻ ചിലപ്പോഴൊക്കെ എന്റെ മനസ്സിന് തോന്നിയിട്ടുണ്ട്, എന്റെ പൊന്നു കർത്താവേ, എന്തൊരു പങ്കപ്പാടാ ഇത്. എളുപ്പമല്ല. പക്ഷേ എന്റെ ബ്രഹ്മചര്യം അർത്ഥമുള്ള കാര്യമാണെന്ന് എന്നെ പഠിപ്പിച്ച എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമുണ്ട്. ഞങ്ങള് സെമിനറിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ പട്ടം കിട്ടിയ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സെമിനറി വന്നു. 25 വയസ്സായിട്ടുള്ളൂ. ഞാൻ സെമിനറിയിൽ കുട്ടികളുടെ ചാർജുള്ള അച്ഛനായിട്ട് വന്നു. ഞാൻ അച്ഛനായിട്ട് വന്നു കഴിഞ്ഞോടുകൂടെ കുട്ടികളെ മുഴുവൻ ഭാരമാണ് എനിക്ക്. അവരെ കൂടെ നടക്കുന്ന ഒരു കൊച്ചച്ഛൻ. അന്ന് ഒരപ്പൻ മിടുക്കനായിട്ടുള്ള ഒരു പയ്യനെ ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, 10ാം ക്ലാസ് പാസ്സായതാ, എനിക്ക് ജീവിക്കാൻ മാർഗമില്ല, പഠിപ്പിക്കാൻ കഴിവില്ല,
അതുകൊണ്ട് ഇവിടെ വല്ല ജോലി കൊടുക്കണം. ജോയ് എന്നാണ് പേര്. അങ്ങനെ അവനെ അടുക്കളയിലെ അച്ഛന്മാരുടെ ഊട്ടുമുറിയിൽ സഹായിക്കാനുള്ള കുട്ടിയായിട്ട് നിയമിച്ചു. മിടുക്കൻ. അവൻ 10-12 കൊല്ലം അവിടെ നിന്നു. 10-25 വയസ്സ് പ്രായമായി. കാണാൻ അഴകുള്ള പയ്യൻ, മുട്ടും കാലുറച്ച നല്ല ഒരു തെങ്ങടിച്ച പന വീഴുന്ന ജാതി മിടുക്കൻ ചക്കൻ. ആ സമയത്ത് സെമിനറിയിലെ ഊട്ടുമുറി കന്യാസ്ത്രീകൾക്ക് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. കന്യാസ്ത്രീകൾ അവിടുത്തെ ശുശ്രൂഷ ഏറ്റെടുത്തു. അപ്പൊ സിസ്റ്റർമാരെ പിതാവിനോട് കൊണ്ടുള്ള പിതാവിനോട് സ്നേഹമായിട്ട് പറഞ്ഞു, പിതാവേ, ഞങ്ങളുടെ കന്യാസ്ത്രീകളും പിന്നെ പെൺകുട്ടികളൊക്കെ വരുമ്പോ ഈ ചക്കൻ പോവില്ല. അത് ശരി അവര് പറഞ്ഞത്. ഇന്നത്തെ കാലമല്ലേ. ചുരുക്കി പറഞ്ഞാല് ജോയിയുടെ ഉള്ള കഞ്ഞിയിലെ പാറ്റചാടി. അവനെ ജോലി പോയി. പക്ഷെ കൊണ്ടുകൊള്ളം പിതാവ് വളരെ വളരെ പാവങ്ങളോട് അടുപ്പമുള്ള ഒരു പിതാവാണ്. നിങ്ങൾക്കറിയാം, പിതാവ് ഉടനെ തന്നെ പറഞ്ഞു റെക്ടറസിനോട് അവൻ എന്താ വേണ്ടെങ്കിൽ അങ്ങ് ചെയ്തു കൊടുക്കുക. ജോലിയോട് ചോദിച്ചു, മോൻ എന്താ വേണ്ടത് നിനക്ക്? അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം ഉണ്ടാക്കണം. റെക്ടറസ് പറഞ്ഞു, പിതാവ് പറഞ്ഞിരിക്കുന്നത് നീ എന്ത് ചോദിച്ചാലും ചെയ്തു തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞു, എനിക്കൊരു ഓട്ടോറിക്ഷ മേടിച്ചെന്നാൽ മതി. അങ്ങനെ അവനെ ഒരു നല്ല ഓട്ടോറിക്ഷ, പുത്തൻ ബജാജിന്റെ ഒരു ഓട്ടോറിക്ഷ സെമിനാരിന്ന് മേടിച്ചു കൊടുത്തു. അവൻ ഭയങ്കര സന്തോഷമായി. ഇന്ന് വല്ല പിള്ളേരായിരുന്നെങ്കിൽ വല്ല എറോപ്ലെയിൻ ചോദിച്ചു തന്നെ. പക്ഷെ അവൻ പാവമായതുകൊണ്ട് ഓട്ടോറിക്ഷ ചോദിച്ചുള്ളൂ. ഓട്ടോറിക്ഷ ഒക്കെ അവന് മേടിച്ചു കൊടുത്തു. പിന്നീട് അവൻ സെമിനാരിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ട്, നല്ല സന്തോഷമാണ് അച്ഛാ, ഞാൻ കാലത്ത് ആദ്യത്തെ കുർബാനയ്ക്ക് അങ്ങ് പോകും. കുർബാന കഴിഞ്ഞിട്ട് വണ്ടി എടുക്കും. ഒരു 6:45 വണ്ടി എടുക്കും. രാത്രി 7 മണി 7:45 വരെ ഓടിക്കും. 500 കിട്ടുന്നുണ്ട്. പണ്ട് കാലം ഓർക്കണം. അടവൊന്നുമില്ല, കാരണം ഫുള്ളായിട്ട് മേടിച്ചു തന്നിട്ടുള്ളതാണ്. റിപ്പയർ ഇല്ല, പുത്തൻ വണ്ടിയാണ്. ഒരു ദിവസം 500 രൂപ കിട്ടാൻ എനിക്ക് അവനൊരു സ്ഥലം മേടിച്ചു, ഒരു വീട് വെച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഉർവശി ശാപ അവന് ഉപകാരമായി. അവന് മിടുക്കനായി, നല്ല പയ്യനായി. അവന്റെ കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിക്കാൻ വന്നു. ഞങ്ങളൊരു 10-12 അച്ഛന്മാരെ കല്യാണക്കെട്ടിന് പോയിട്ടുണ്ടായിരുന്നു. കെട്ടിച്ച അച്ഛൻ പറഞ്ഞു, അച്ഛൻ 2 വാക്ക് പ്രസംഗം പറയാൻ. അപ്പൊ ഞാൻ വളരെ സന്തോഷമായിട്ട് പ്രസംഗമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജോയി, നീ ഭാഗ്യമുള്ള കുട്ടിയാ, എന്തോ അഴകുള്ള പെൺകുട്ടിയാ. എന്താ എന്നോട് ചില കൂട്ടുകാർ ചോദിച്ചു, എന്തിനാ അച്ഛൻ അവളുടെ മുഖത്തേക്കൊക്കെ നോക്കിയത്? അച്ഛനതിന് അവകാശം ഉണ്ടോ? അച്ഛൻ അവളുടെ അഴകൊക്കെ എവിടെ നോക്കിയിട്ട് പറഞ്ഞെന്നൊക്കെ എന്നോട് ചോദിച്ചു. അതിനുശേഷം ഇപ്പൊ ഞാൻ ആരുടെ മുഖത്തും നോക്കാറില്ല. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കണ്ട, ഈ പ്രസംഗിക്കുന്ന സമയത്ത് എന്താ പിതാവ് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കാത്തതെന്ന്. അത് ഈ ബ്രഹ്മചര്യ വ്രതം ഉള്ളത് കൊണ്ടാ. ഞാൻ ഇങ്ങനെ സന്തോഷം മൂത്തിട്ട് ആശംസ പറഞ്ഞപ്പോ ഞാൻ ജോയോട് പറഞ്ഞു, മോനെ, അബ്രഹാമിനെ യഹോവയായ കർത്താവ് അനുഗ്രഹിച്ചതുപോലെ പൊന്നുമോൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും മക്കൾ ഉണ്ടാകട്ടെ. അത്രയൊന്നും നടപ്പായില്ലെങ്കിലും നീയെ ഈ അൾത്താരയിൽ നിന്റെ കല്യാണം കെട്ടിക്കാൻ വന്ന അച്ഛന്മാരുടെ എണ്ണം അനുസരിച്ചിട്ട് പിള്ളേരെയൊക്കെ 12 പിള്ളേര്. അമ്മ ഞാൻ വിചാരിച്ചൊരു അപ്പസ്തോലത്തിന് സംഘത്തിന് കൊടുക്കാം. നമ്മൾ കളി തമാശയൊക്കെ ആയിട്ട് അങ്ങനെ പറയും. കല്യാണം കഴിഞ്ഞിട്ട് ജോയിയുടെ ഭാര്യ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കേക്കൊക്കെ ഞാൻ മുറിച്ച് അവന് കൊടുത്തു. ഞങ്ങൾ എല്ലാവരോടും കാപ്പിയൊക്കെ കുടിച്ചു. നല്ല 1-ാം തരം ദമ്പതികൾ, നല്ല കുടുംബം. ഞാനന്ന് തൃശ്ശൂർ ബിഷപ്സ് ഹൗസിൽ ജോലി ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരു 10:30 മണിക്ക് ഒരു ഫോൺ വരികയാണ്. ജോയുടെ ഓട്ടോറിക്ഷ ആമ്പല്ലൂർ വെച്ച് ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചു, ജോയ് മരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടില്ല. ജോയുടെ പെണ്ണ് ഗർഭവതിയാണ്. ഞാൻ കേട്ട വാർഡ് ആസ്പത്രിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു പൂരത്തിന്റെ പുരുഷാരമുണ്ട്. ഈ പാവപ്പെട്ട പെണ്ണ് എന്നെ കണ്ടപ്പോ അലമുറയിട്ട് ഓളിയിട്ട് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, തട്ടിലച്ഛന്റെ നാവ് കരിനാവ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തിരി പോലെയും ഞങ്ങൾക്ക് മക്കളുണ്ടാകാനായിട്ട് അച്ഛൻ ആശംസിച്ചിട്ട് 6 മാസം തികച്ച് ജീവിക്കാൻ തമ്പുരാൻ ഞങ്ങൾ അനുവദിച്ചില്ലല്ലോ. ഞാൻ അവളെ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ കരയരുത്, തമ്പുരാനും പദ്ധതിയുണ്ട്. അരമനയിൽ അച്ഛന്മാര് വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്ത് കിടന്നിട്ട് പറഞ്ഞു, ഫാദറെ രക്ഷപ്പെട്ടില്ല,
ഊർജ്ജശ്വാസമുള്ളൂ. ഇനി രക്ഷപ്പെട്ടാൽ തന്നെ 5 പൈസയ്ക്ക് ഉപകാരമില്ല. നട്ടലിനും കശേരിക്കൊക്കെ മുറിവാണ്, ചതവാണ്. ചത്ത ശവം പോലെ വീട്ടിൽ കിടക്കേണ്ടി വരും. എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു, അച്ഛാ ഡോക്ടറെ തള്ളരുത്, പണം നോക്കണ്ട, അവനെ രക്ഷിക്കണം. വാഴപ്പിണ്ടി പോലെ കെടുക്കുകയാണെങ്കിലും വീട്ടിലൊരാളുണ്ടല്ലോ. ഏറെ കാശ് ചെലവായെങ്കിലും ജോയി രക്ഷപ്പെട്ടു. ഇന്ന് ജോയി വീട്ടിൽ തളർന്നു കിടപ്പ. മലമൂത്ര വിസർജനങ്ങൾ പോലും സ്വന്തം ഭാര്യ കൈകൊണ്ട് എടുത്തു മാറ്റണം. ഞാൻ അവരുടെ ഇടവകയിൽ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയതാ. കൺവെൻഷൻ ടോക്ക് കഴിഞ്ഞപ്പോ രാത്രി ഒരു 9 മണിയായിട്ടുണ്ട്. ഞാൻ അൾത്താരയിൽ നിന്ന് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞപ്പോഴ് വികാരിച്ചൻ എന്നോട് പറഞ്ഞു, ജോയുടെ ഭാര്യ അച്ഛനെ കാണാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ എന്താണ്? അവള് പറഞ്ഞു, ജോയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, അച്ഛൻ വന്ന് കാണണം. ഞാൻ പറഞ്ഞു, സാരമില്ല, വൈകിപ്പോയെങ്കിലും തിരക്കാണെങ്കിലും ഞാൻ വരുന്നുണ്ട് മകളെ. ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ വീടെല്ലാം വിറ്റു ചികിത്സാർത്ഥം കനാൽ വക്കത്ത് ഒരു കൂര കെട്ടി അതിൽ താമസിക്കുകയാണ്. കടക്കണമെങ്കിൽ സർക്കസ് പഠിക്കണം. അവിടെ ആലക്തിക ദീപങ്ങളൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുക. ഞാന് വീട്ടിൽ കടന്നു ചെന്നപ്പോ അവൻ പൊട്ടിക്കരഞ്ഞു, വിതുമ്പി കരഞ്ഞു. അവള് വാവിട്ട് കരഞ്ഞു. ഈ കൊച്ചൻ എന്നെ ചുറ്റിപ്പറ്റി വിതുമ്പിക്കരയ. ഈ കണ്ണുനീരിന്റെ കടല് കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ ഞാൻ അവനോട് ചോദിച്ചു, മോളെ നീ എന്തിനാ കരയുന്ന കുട്ടി? എന്തിനാ കരയുന്നേ? മോള് സന്തോഷമായിട്ടിരിക്കേ. അവൾ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഫാദർ, സന്തോഷം എന്ന വാക്കിന് എന്താണ് അർത്ഥമെന്ന് ഫാദർ ഒന്ന് പറയൂ. സന്തോഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നൊന്ന് പറയൂ. ഞാൻ അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, എന്റെ കയ്യില് ഞാൻ പഠിച്ച ദൈവശാസ്ത്രം മുഴുവൻ ചോർന്നു പോകുന്ന ഒരു ചോദ്യം മോളെ ചോദിച്ചത്. ദൈവസ്നേഹമാണ്. പെറ്റമ്മ മറന്നാലും നിന്നെ മറക്കില്ല. നിന്റെയൊക്കെ എന്റെയൊക്കെ പേര് എന്റെ ഉള്ളം കയ്യിൽ ഞാൻ കുറിച്ചിരിക്കുന്നു. നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് ശ്രേഷ്ഠനാണ്. എന്താണ് സന്തോഷം എന്ന വാക്ക്? ഈ കുട്ടിയോട് എന്ത് മറുപടി പറയും? ഞാൻ പെട്ടെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് അവളോട് പറഞ്ഞു, മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ സ്ത്രീ ആരാണെന്ന് മോൾക്കറിയാമോ? അവള് പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ മോൾക്ക് പറഞ്ഞു തരാം. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 25-ാമത്തെ തിരുവചനം മോള് വായിക്കണം. അവള് പറഞ്ഞു, എന്താണ് അച്ഛാ, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, അവന്റെ കുരിശിന്റെ താഴെ അവന്റെ അമ്മ നിന്നിരുന്നു. അവന്റെ കുരിശിന്റെ താഴെ അവന്റെ അമ്മ നിന്നിരുന്നു. കുട്ടി, ഈ ലോകത്തിലെ സന്തോഷം എന്ന് പറയുന്നത് കുരിശിന്റെ താഴെ നിൽക്കാനുള്ള ചങ്കൂറ്റമാണ്. നിന്റെ ഭർത്താവ് കാൽവരിയിൽ ഉയർത്തപ്പെട്ട ഒരു കുരിശ. ആ കുരിശിന്റെ താഴെ നിൽക്കുന്ന മറിയത്തെ പോലെ പൊന്നുമോള് കുരിശിന്റെ താഴെ നിൽക്കണം. അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലോട്ടറി അടിച്ച പെണ്ണ് ഞാനാണ് അച്ഛാ. അച്ഛനറിയാമോ, എന്റെ കല്യാണം ഉറയ്ക്കുന്നത് 18 വയസ്സ് ആകുന്നതിന് മുമ്പാ. കല്യാണം ഉറപ്പിച്ചിട്ട് അപ്പച്ചനും അമ്മച്ചി അച്ഛനെ കാണാൻ പോയപ്പോൾ അച്ഛനാ പറഞ്ഞത് 18 വയസ്സ് കഴിയാതെ പള്ളിയെ കെട്ടില്ല. 3 മാസം കാത്തു നിന്നിട്ടാണ് 18 പൂർത്തിയാക്കിയിട്ട് എന്റെ കല്യാണം കെട്ടിയത്. ജോയിയുടെ കരം ഞാൻ പങ്കാളിയായിട്ട് പിടിക്കുമ്പോ എനിക്ക് 18 വയസ്സ് കൃത്യമാണ്. 6 മാസം ഞാൻ ചേട്ടന്റെ കൂടെ താമസിച്ചു. അതിൽ എനിക്കൊരു കുഞ്ഞിനെ തമ്പുരാൻ തന്നു. അതിനുശേഷം ഈ അപകടം. ഇന്ന് എന്റെ ഭർത്താവ് മുറിച്ചിട്ട പിണ്ടി പോലെ കട്ടേ കിടക്കുക. മലമൂത്ര വിസർജനങ്ങൾ ഞാൻ കൈകൊണ്ടെടുക്കുന്നു. ഞങ്ങൾ തമ്മിലെ പരസ്പരം ഭാര്യാഭർത്തൃ ബന്ധം പുലർത്താൻ കഴിവില്ല. ഫാദർ, എനിക്ക് സങ്കടമുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ചിലപ്പോഴൊക്കെ നേരിടുന്ന പ്രതിസന്ധിയുണ്ട്. എന്റെ അഴക് എനിക്കൊരു ശാപവാളച്ച. എന്റെ സൗന്ദര്യം കണ്ടിട്ട്
കള്ളക്കഴുകന്മാരെ ഈ കൂരയ്ക്ക് ചുറ്റും റാഞ്ചി പറക്കാറുണ്ട്, എന്നെ പ്രലോഭിപ്പിക്കാൻ, എന്നെ വഴിതെറ്റിക്കാൻ, എന്റെ വിവാഹ വാഗ്ദാനം ലംഘിക്കാൻ. ഞാൻ ഒരിക്കലും വഴിപ്പെട്ടിട്ടില്ല, ഒരിക്കലും ഞാൻ വഴിപ്പെട്ടിട്ടില്ല. ജീവിക്കാൻ മാർഗമില്ല. ചിലപ്പോഴൊക്കെ ഇവിടെ വരുന്ന ആളുകള് പോകുന്ന നേരത്ത് ഞങ്ങളുടെ ഈ ദുഃഖത്തിന്റെ ദുരന്തം കണ്ടിട്ട് എന്റെ കൈവെള്ളയിലെ 50 രൂപയും 100 രൂപയും ഒക്കെ വെച്ച് തരും. മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ നിരസിക്കാറില്ല, തിരസ്കരിക്കാറില്ല, ഞാനത് വാങ്ങാറുണ്ട്. ഞാൻ അപ്പൊ ഓർക്കുന്നത് എന്റെ അപ്പൻ എന്നെ മലയാറ്റൂർക്ക് കൊണ്ടുപോയതാ. മലയാറ്റൂർക്ക് പോകുമ്പോ മല കയറുമ്പോ അപ്പൻ എന്റെ പിഞ്ചു കരങ്ങളിൽ തന്നിട്ട് പറഞ്ഞിട്ട്, മോളെ 5-10 പൈസ, 5 പൈസ, 25 പൈസ മോള് കൊടുത്തോ കുട്ടി, ഈ വഴി പോകുന്ന എല്ലാവർക്കും നീ കൊടുത്തോ. പക്ഷെ ഞാനത് കൊടുത്തപ്പോ അത് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് കൊടുത്തതല്ല. പക്ഷെ ഇന്ന് അതൊക്കെ തമ്പുരാൻ എനിക്ക് തിരിച്ചു തരിക. ഓരോരുത്തർ വന്നിട്ട് വിൻസെന്റ് പോൾ പ്രവർത്തകര്, സാമൂഹിക സംഘടനകള് ഗതികേട് കൊണ്ടൊക്കെ ഞാൻ വാദിക്കുന്നുണ്ട്. അതൊന്നും തിരിച്ചു കൊടുക്കാൻ എനിക്ക് മാർഗമില്ലെന്ന് എനിക്കറിയാം. എനിക്കൊരു സങ്കടം പറയാനുണ്ട് അച്ഛനോട്. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ എനിക്ക് കഴിയുന്നില്ല. അച്ഛനറിയാലോ, കുട്ടിയാണ്, ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അടച്ചു പോയി കഴിഞ്ഞാൽ വരുമ്പോഴേക്കും ഇവിടെ ആകെ കുഴപ്പമാകും. ഞാനതുകൊണ്ട് കുർബാനയ്ക്ക് പോകാറില്ല ഫാദർ. പള്ളിയിൽ മണി കൊട്ടുമ്പോ മൈക്കേ കൂടെ അന്നാ പെസക പാടുമ്പോൾ ഞാൻ എന്റെ ചേട്ടന്റെ അടുക്കെ മുട്ടുകുത്തിയിട്ട് ഞാൻ കരം പിടിച്ചിട്ട് പ്രാർത്ഥനകൾ കൂടെ ചെല്ലും. അച്ഛൻ കാസിയും ബിരാസിയും എടുത്തിട്ട് സ്വർണക്കാസിയിലെ വീഞ്ഞും സ്വർണം പൂശിയ ബീരാസിയിലെ വസ്തിയും വെച്ച് കുരിശാകൃതിയിൽ സ്വർഗത്തിലേക്ക് എത്തുമ്പോ ഞാൻ എന്റെ ഭർത്താവിന്റെ കരം പിടിച്ചിട്ട് ഞാൻ ഉയർത്തും. കർത്താവെ, സ്വർണക്കാസ ഉയർത്താൻ എനിക്കില്ല, സ്വർണം പൂശിയ പീലാസ തരാനും എനിക്കില്ല. പക്ഷെ എന്റെ ഭർത്താവ് കരം പിടിച്ചിട്ട് എനിക്ക് തന്ന വാക്ക്, ഞാൻ എന്റെ ഭർത്താവിന് കൊടുത്ത വാക്ക്, അത് കുരിശിന്റെ താഴെ നിൽക്കാനുള്ള വിളിയാണെന്ന് എനിക്കറിയാം. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, തട്ടിലച്ഛൻ ഒരു ദിവസം ഒരു കുർബാന ഉറപ്പായിട്ട് ചെല്ലുന്ന അച്ഛനാ. ചില ദിവസങ്ങളിൽ 2 ഞായറാഴ്ചകളും 3 ചെല്ലാറുണ്ട്. ഞാനൊരു കാര്യം മോളോട് പറയട്ടെ, തട്ടിലച്ഛൻ ചൊല്ലുന്ന ഒരു കുർബാനയും മോള് ഈ കട്ടിലിന് ചുറ്റും അർപ്പിക്കുന്ന ബലിയോട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. നിന്റെ ഭർത്താവിന്റെ ജീവിതം നീ താഴിലേറ്റുമ്പോഴ് കുരിശു വരിച്ച് കാൽവരി കയറിയ നാഥൻ നിന്റെ കരകിൽ മുട്ടുകയാണെന്ന് നീ ഓർമ്മിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, 24 വയസ്സിലെ ബ്രഹ്മചര്യവ്രതം പാലിക്കാൻ എന്തൊക്കെ ത്യാഗം ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആലോചിച്ച ഞാൻ അവിടെ വെച്ചെടുത്തൊരു പ്രതിജ്ഞയുണ്ട്. എന്റെ ബ്രഹ്മചര്യം എത്ര എളുപ്പമാണ് കർത്താവേ. ഈ പാവപ്പെട്ട പെൺകൊച്ച്, അവൾക്ക് ആസ്പിറൻസി ഇല്ല, നൊവീഷ്യേറ്റ് ഇല്ല, വ്രതവാഗ്ദാനമില്ല. ഈ കാൽവരിയുടെ താഴെ നിൽക്കുന്ന ഇവള്, അവളർപ്പിക്കുന്ന ബലി എത്ര വിശുദ്ധമായ ബലി, എത്ര പവിത്രമായ ബലി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.